എല്ലാവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് ഒരുപക്ഷേ സാക്ഷാൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ വലിയൊരു നിമിത്തം കൊണ്ടാകാം. ഭക്തരുടെ വിളി കേൾക്കാൻ ഓടിയെത്തുന്ന, സങ്കടങ്ങൾ കേട്ട് വളരെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ക്ഷിപ്രപ്രസാദിയാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടായാലും, ഏതു വലിയ ആഗ്രഹങ്ങൾ നാം മനസ്സിൽ വെച്ചാലും, സ്വാമിയെ ഹൃദയം തുറന്നു വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഭഗവാൻ എത്തും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിറയാൻ വിഷ്ണുമായ സ്വാമിയുടെ പ്രീതിക്കായി ചെയ്യാൻ കഴിയുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം. ഇതിൽ നിങ്ങൾക്ക് കഴിയുന്നവ വളരെ ശാന്തമായ മനസ്സോടെ ജീവിതത്തിൽ പകർത്തുക. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ. കയ്യിൽ പണം നിൽക്കുന്നില്ല, ദാരിദ്ര്യം അലട്ടുന്നു എന്ന് വിഷമിക്കുന്നവർ എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ആദ്യത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ. എല്ലാ അംഗങ്ങളെയും ഒരുമിച്ചിരുത്തി ഓരോരുത്തർക്കും വേണ്ടി ഓരോ ഒരു രൂപ നാണയമെടുത്ത് ഓം വിഷ്ണുമായ സ്വാമിയേ നമഃ എന്ന് 3 തവണ ജപിച്ച് തലയ്ക്ക് ചുറ്റും ഉഴിയുക. ദൂരെയാണെങ്കിൽ അവരുടെ വസ്ത്രത്തിലൊഴിയാം. ഈ നാണയങ്ങൾ ഭക്തിയോടെ മാറ്റിവെച്ച് മാസത്തിലൊരിക്കൽ നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണുമായ കാവിലോ ക്ഷേത്രത്തിലോ പോയി കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്വാമി മാറ്റിയെടുക്കും. ചൊവ്വാഴ്ചകളിലെ നെയ്വിളക്ക്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വിഷ്ണുമായ സ്വാമിക്ക് വളരെ പ്രധാനമാണ്. എല്ലാ ചൊവ്വാഴ്ചയും സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ സ്വാമിയുടെ ഒരു ചിത്രം കൂടി വെച്ച് അതിനു മുന്നിൽ ഭഗവാൻ പ്രിയപ്പെട്ട പൂക്കൾ സമർപ്പിക്കുക. ശേഷം ഒരു മൺചിരാതിലോ ചെറിയ വിളക്കിലോ ശുദ്ധമായ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക. ആ നെയ്വിളക്കിലെ നെയ്യ് ഉരുകിത്തീരുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഉരുകിത്തീരും. ഭവനത്തിൽ ഐശ്വര്യം നിറയാൻ. നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിന് ഇരുവശത്തുമായി രാജമല്ലി, മയിൽക്കൊന്ന പോലെയുള്ള മനോഹരവും പോസിറ്റീവ് ഊർജം നൽകുന്നതുമായ പുണ്യസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഈ ചെടി പൂത്തു നിൽക്കുന്നത് കാണുമ്പോഴുള്ള ശാന്തത പോലെ നിങ്ങളുടെ ജീവിതവും പൂത്തുലയും. ഇത് വീട്ടിനുള്ളിലേക്ക് ദാരിദ്ര്യമോ നെഗറ്റീവ് ഊർജമോ കടന്നുവരുന്നത് തടയുകയും സ്വാമിയുടെ കാവൽ അവിടെ എപ്പോഴും നിലനിർത്തുകയും ചെയ്യും. മക്കളുടെ വിദ്യാഭ്യാസം, ജോലി, വിവാഹം എന്നിവയെ ചൊല്ലി ഉത്കണ്ഠപ്പെടുന്ന അമ്മമാർ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ മക്കളുടെ പേരിൽ വിഷ്ണുമായ ക്ഷേത്രത്തിൽ അവർക്കായി പ്രത്യേക അർച്ചനയോ പുഷ്പാഞ്ജലിയോ വഴിപാടായി നടത്തുക. സ്വാമിയുടെ അനുഗ്രഹം ഒരു കവചം പോലെ ആ കുട്ടികൾക്ക് ലഭിക്കുകയും അവരുടെ തടസ്സങ്ങളെല്ലാം മാറി അവർ ഉന്നതങ്ങളിൽ എത്തുകയും ചെയ്യും. ശത്രുദോഷവും ദൃഷ്ടിദോഷവും മാറാൻ നാരങ്ങാവിളക്ക്. മാസത്തിൽ വരുന്ന പ്രധാന ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് വീട്ടിൽ നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. വലിയൊരു നാരങ്ങ നടുവേ മുറിച്ച് നീര് കളഞ്ഞ് തൊലി തിരിച്ചിട്ട് അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം തെളിയിക്കുക. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന് തുല്യമായി വിളക്ക് കത്തിച്ച് സ്വാമിയുടെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ വീട്ടിൽ നിന്നും രോഗങ്ങളും ദോഷങ്ങളും ഒഴിഞ്ഞ് അതിരട്ട സമാധാനം നിലനിൽക്കും. ഗ്രഹദോഷങ്ങൾ അകറ്റാൻ കാരുങ്ങാലി. നിങ്ങളുടെ ജാതകപ്രകാരം എന്തെങ്കിലും ഗ്രഹനില സംബന്ധമായ ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായി കാരുങ്ങാലി മാല കഴുത്തിലോ അല്ലെങ്കിൽ കാരുങ്ങാലി ബ്രേസ്ലെറ്റ് കയ്യിലോ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിനും മനസ്സിനും വലിയൊരു കുളിർമയും പോസിറ്റീവ് എനർജിയും നൽകും. നിത്യവും മന്ത്രം ജപിക്കുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ജോലികൾക്ക് പോകുന്നതിനു മുൻപായി വിഷ്ണുമായ സ്വാമിയുടെ മന്ത്രങ്ങളോ ഗായത്രിയോ വളരെ ശാന്തമായി ഇരുന്നു കുറഞ്ഞത് 3 തവണയോ 9 തവണയോ ജപിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ശാന്തമാക്കും. ബുദ്ധി തെളിയാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഭഗവാൻ നിങ്ങളെ സഹായിക്കും. ഭഗവാന്റെ സുരക്ഷാ കവചം. അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിങ്ങളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും
വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി സംരക്ഷണത്തിനായുള്ള പ്രത്യേക വഴിപാടുകൾ കഴിക്കുക. ദൂരയാത്ര ചെയ്യുന്നവർക്കും വിദേശത്തുള്ളവർക്കും ഇതൊരു വലിയ സുരക്ഷാ കവചമായി കൂടെയുണ്ടാകും. വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാൻ ശ്രീയന്ത്രം. നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും ലക്ഷ്മീ കടാക്ഷവും ഐശ്വര്യവും നിലനിൽക്കാൻ പൂജാമുറിയിൽ ഒരു ശ്രീചക്രം അഥവാ ശ്രീയന്ത്രം സ്ഥാപിച്ച് ഭക്തിയോടെ ആരാധിക്കുക. പ്രപഞ്ചത്തിലെ ഏറ്റവും പോസിറ്റീവായ ഊർജത്തെ ആകർഷിക്കാൻ ഇതിന് കഴിയും. നിങ്ങളുടെ വീട് ഒരു സ്വർഗമായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയും ശാന്തമായ മനസ്സോടെയും ചെയ്തു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ വിഷ്ണുമായ സ്വാമി കേൾക്കാതിരിക്കില്ല. നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടാകും. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.